ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. കേരള സെറ്റ് ജനുവരി 2024 പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ സിലബസിലുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ടോപ്പിക്കാണ് ഇന്നത്തേത്. 1-2 മാസം കഷ്ടിച്ച് ഇനിയുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ടും. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങണം. സെറ്റ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ഓരോന്നും ഓർഡർ അനുസരിച്ച് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി ക്ലാസ്സുകൾ എടുത്താൽ വളരെ ഈസിയായി തന്നെ ഓരോന്നും പഠിച്ചെടുക്കാൻ സാധിക്കും. ഓരോ ക്ലാസ്സുകളുടെയും ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാ വീഡിയോസും മസ്റ്റായിട്ടും കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം. ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. മെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് മാത്രം കണ്ടാലും നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് എന്തായാലും കിട്ടും. അതുകൊണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിർബന്ധമായും നിങ്ങൾ കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം. കമ്പാരിറ്റീവ് മെത്തേഡ് ഓഫ് FW റിക്സ്. Farrell Hedy says that Rick's book Administration in Developing Countries, The Theory of Prismatic Society, 1964, probably the single contribution of comparative public administration. Farrell Hedy, he was American political science educator. He says that Rick's book Administration in Developing Countries, The Theory of Prismatic Society, FW റിക്സിൻ്റെ ഒരു ടെക്സ്റ്റാണ്. അഡ്മിനിസ്ട്രേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ദ തിയറി ഓഫ് പ്രിസ്മാറ്റിക് സൊസൈറ്റി, പ്രോബബ്ലി ദ സിംഗിൾ കോൺട്രിബ്യൂഷൻ ഓഫ് കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ദിസ് ടെക്സ്റ്റ് ഈസ് എ സിംഗിൾ കോൺട്രിബ്യൂഷൻ ഓഫ് കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. റിക്സ് 3 analytical tools are: first, ecological approach; second, structural functional approach; third, ideal model. ഇക്കോളജിക്കൽ അപ്രോച്ച്, ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ്. അഡ്മിനിസ്ട്രേഷനും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ, അതാണ് ഇക്കോളജിക്കൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച്, വേരിയസ് സ്ട്രക്ചേഴ്സ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. നെക്സ്റ്റ്, ഐഡിയൽ മോഡൽ, കമ്പാരിറ്റീവ് മോഡൽ. അഗ്രേറിയ ഇൻഡസ്ട്രിയൽ മോഡൽ, അഗ്രേറിയ എന്നാണ്, അഗേറിയ അല്ല, അഗ്രേറിയ ഇൻഡസ്ട്രിയൽ മോഡൽ. ഫ്യൂസ്ഡ് പ്രിസ്മാറ്റിക് ഡിഫ്രാക്റ്റഡ് മോഡൽ. റിക്സ് പോസ്റ്റ്ലേറ്റഡ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് മോഡൽ കാൾഡ് ട്രാൻസിഷ്യ, വിച്ച് ബിയർസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് അഗ്രേറിയ പ്ലസ് ഇൻഡസ്ട്രിയൽ. What is prismatic society? A society in which there is a mixture of traditional and modern structures is called prismatic. He used prismatic society as developing third world societies. He means FW Ricks. FW Ricks used prismatic society as developing third world societies. Main theme of prismatic Sala model: a society or social system that stands midway between the fused and the diffracted model is known as the prismatic society. ട്രഡീഷണൽ സ്ട്രക്ചറും മോഡേൺ സ്ട്രക്ചറും കൂടി ഇടകലർന്നുള്ള ഒരു സൊസൈറ്റിയാണ് പ്രിസ്മാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. തേർഡ് വേൾഡ് കൺട്രീസാണ്, അഥവാ ഡെവലപ്പിംഗ് കൺട്രീസിനെയാണ് പ്രിസ്മാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. മെയിൻ തീം ഓഫ് പ്രിസ്മാറ്റിക് സാല മോഡൽ: എ സൊസൈറ്റി ഓഫ് സോഷ്യൽ സിസ്റ്റം ദാറ്റ് സ്റ്റാൻഡ്സ് മിഡ് വേ ബിറ്റ്വീൻ ഫ്യൂസ്ഡ് ആൻഡ് ഡിഫ്രാക്റ്റഡ് മോഡൽ ഈസ് നോൺ ആസ് പ്രിസ്മാറ്റിക് സൊസൈറ്റി. The fused society is where a single structure performs many functions, and diffracted one is where a single structure performs limited functions. Fused society where a single structure that performs many functions, but the diffracted society one in where a single structure performs limited functions. That is the difference between the fused society and the diffracted society. The society is considered diffracted. Diffracted society എന്ന് പറഞ്ഞാൽ if it has a single structure performing limited functions. This model is suited for the developing or developed and underdeveloped societies. 3 തരത്തിലുള്ള സൊസൈറ്റീസിലും സ്യൂട്ടഡ് ആയിട്ടുള്ള ഒന്നാണ് ഡിഫ്രാക്റ്റഡ് സൊസൈറ്റി.
Next, what is agraria and industrial model? Agraria industrial model, it considers that society is shifting from agricultural development to an industrial model. Agricultural development is based on ascriptive values as people are classified into birth or other factors. The industrial model is based on the achievement-oriented classification. A fused society is one in which a structure performs a large number of functions. This applicable to underdeveloped countries. A diffracted society is, other hand, structure performs a limited number of functions. This is applicable to the developed countries. Between two polar type comes the category of a prismatic society. It is a transitional society, combination features, semi-differentiated society. This is the developing countries. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, താങ്ക് യു.